Hello friends, welcome to the world of CMA. Practical problem 26. From the following data, segregate fixed cost and variable cost. Level of activity, capacity percentage 80, 100, labor hours 400, 500, maintenance expense of plant 2600 and 2750. നമ്മൾ എപ്പോഴും ചെയ്യണ പോലെ തന്നെ ഇല്ലസ്ട്രേഷൻ 16 ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്യാം. അതായത് പ്രാക്ടിക്കൽ പ്രോബ്ലം 26 എങ്ങനെ എടുക്കണം? ഫിക്സഡ് എക്സ് ആയിട്ടും വേരിയബിള് വൈ ആയിട്ടും എടുക്കാം. എന്നിട്ട് എക്സ് പ്ലസ് എന്താണ്? എക്സ് പ്ലസ് 400 y is equal to 2600. അടുത്ത ഫോർമുല എക്സ് പ്ലസ് 80y plus 500y x plus 500y is equal to 2750. ഓക്കെ, ഇതിനെ ചെയ്യുമ്പോൾ 100y is equal to 150. y is equal to 150 divided by 100 is equal to 1.5. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് 1.5. ഇനി എക്സ് വൈ കണ്ടുപിടിച്ചു. ഇനി എക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എക്സ് കണ്ടുപിടിക്കാൻ എക്സ് പ്ലസ് 400y ഈസ് ഈക്വൽ ടു 2600 നമുക്ക് അപ്ലൈ ചെയ്യാം. എക്സ് പ്ലസ് 400 into 1.5 is equal to 2600. x plus 400 into 1.5 600 is equal to 2600. x is equal to 2600 minus 600 is equal to 2000. x fixed 2000 കിട്ടി, വേരിയബിൾ 1.5 കിട്ടി. ഓക്കെ, ആൻസർ ചെക്ക് ചെയ്യാം. വേരിയബിൾ 1.5, ഫിക്സഡ് 2000. ആൻസർ ടെക്സ്റ്റിൽ അതേ ആൻസർ കിട്ടിയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു. ഇനി അടുത്തത് 27. ഇൻ എ ഫാക്ടറി ദർ ആർ 2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് P and Q and 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് A, B and C. In April 2050, department expenses were ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. ദ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പെൻസസ് ആർ അലോട്ടഡ് ഓൺ എ പെർസെൻറ്റേജ് ബേസിസ്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നല്ല സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് അതെങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യണ ബേസിസ് എന്താണെന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ് ഷോവിങ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ 2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പെൻസസ് ടു ദ 3 ഡിപ്പാർട്ട്മെൻറ്റ് ബൈ സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്, റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ആ മെത്തേഡിൽ നമുക്ക് കാണാം ഏത് മെത്തേഡാണ് കാണേണ്ടതെന്നുള്ളത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ പ്രോബ്ലം തുടങ്ങുമ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റായ പീനെ നമുക്ക് എക്സ് ആയിട്ടും ക്യൂവിനെ വൈ ആയിട്ടും എടുക്കുവാണ്. ഇങ്ങനെ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് പീന്ന് വൈന്ന് തന്നെ ചെയ്യാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ഇനി അതെന്ത് ചെയ്യണം? എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് എന്ന് പറഞ്ഞാൽ 1,20,000 ആണ്. എക്സ് ഇസ് ഈക്വൽ ടു 1,20,000 പ്ലസ് എത്ര പെർസെൻറ്റേജ് ആണ്? 5%. എക്സിന് കിട്ടുന്നത് 5% ഓഫ് എന്താണ്? വൈയുടെയാണ്, അതായത് ക്യൂവിൻ്റെ. പ്ലസ് 0.5 അല്ല 0.5 ആണ്, 5% അല്ലേ, 0.05 ഓഫ് വൈ. അത് ഫസ്റ്റ് ഇക്വേഷനായിട്ട് എടുക്കുക. സെക്കൻഡ് ഇക്വേഷൻ എക്സ് ഈസ് ഈക്വൽ ടു 1 lakh, ക്യൂവിൻ്റെ 1 lakh ആണ്. നമ്മളിത് പഠിച്ചതാണ് ഡീറ്റെയിൽ ആയിട്ട്. 1 lakh പ്ലസ് ഏതാണ്? 15%. അപ്പോൾ 0.15 ഓഫ് എക്സ്, ഇത് വൈ ആണ്, എക്സ്. അത് സെക്കൻഡ് ഫോർമുലയായിട്ട് എടുക്കാം. ഓക്കെ, ഇനി ഇതിൽ അപ്ലൈ ചെയ്യുക. എക്സ് ഈസ് ഈക്വൽ ടു
1,20,000 പ്ലസ് 0.05 അതിൽ ഇത് അപ്ലൈ ചെയ്യുക. വൈയുടെ വാല്യൂ എത്രയാണ്? 1 lakh പ്ലസ് 0.15 എക്സ്. അത് അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 1,20,000 പ്ലസ് 0.05 ഇൻറ്റു 1 lakh 5,000 പ്ലസ് 0.05 ഇൻറ്റു 0.15 0.0075 എക്സ്. ഓക്കെ, 0.0075 എക്സ്. ഇനി എന്താണ്? രണ്ടും കൂടി ടോട്ടൽ ചെയ്യുക. 1,20,000 പ്ലസ് 0.0075 എക്സ്. എക്സ് മൈനസ് 0.0075 എക്സ് ഇസ് ഈക്വൽ ടു 1,25,000. അപ്പോൾ ഇതിനെ മൈനസ് ചെയ്യുമ്പോൾ 1 മൈനസ് 0.0075 0.9925 is 25x is equal to 1,25,000. X is equal to 1,25,000 divided by 0.9925. 1,25,000 divided by 0.9925. 1,25,945. 1,25,944.5 ആണ്. 945 ആയിട്ട് എടുക്കുന്നു. ഓക്കെ, അങ്ങനെ എക്സ് കിട്ടി. ഇനി നമുക്കത് വൈയുടെ വാല്യൂയിലേക്ക് വൈ കണ്ടുപിടിക്കാനായിട്ട് ഏത് ഫോർമുലയിൽ തന്നെ അപ്ലൈ ചെയ്യുക. എന്താണ്? 1 lakh പ്ലസ് 0.15 ഇൻറ്റു എക്സ്. എക്സ് എത്രയാണ്? 125,945 ഈസ് ഈക്വൽ ടു 1 lakh പ്ലസ് 0.15 ഇൻറ്റു 125,945 18892 ഈസ് ഈക്വൽ ടു 118892. ഓക്കെ, എക്സും കിട്ടി, വൈയും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അപ്പോൾ നമുക്ക് എക്സും കിട്ടി, വൈയുടെ വാല്യൂവും കിട്ടി. ഇനി നമുക്ക് സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് ഇനി യൂസ് ചെയ്യാം. സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ എന്താണ്? ആസ് പെർ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. ഏതൊക്കെയാണ്? എ, ബി, സി, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്, പി എം ക്യൂ. ഓക്കെ, ഇനി എക്ക് എന്തൊക്കെയാണ് വന്നേക്കണേ? 6,50,000, 6 lakh, 5 lakh. 6,50,000, 6 lakh, 5 lakh, 1,20,000, 1 lakh. 1,20,000, 1 lakh. ഇത് ആസ് ഗിവൺ. ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഏത് റേഷ്യോയിലാണ് ചെയ്യേണ്ടത്? അതിൽ കൊടുത്തിട്ടുണ്ട്. 30, 40, 15, 15 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുക. ഫസ്റ്റ് 1,20,000. പിയുടെ വാല്യൂ എന്താണ്? എക്സ്. എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 1,25,940. 1,25,945 അതെടുക്കുക. 1,25,945 അതിന് 30, 40, 15, 50 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുക. 25,945 ഇൻറ്റു
30%. 37783.5. 125 945 into 40%. 50378. ഇനി 37783.5 divided by 2 എത്ര വരും? 18891. ഇനി അടുത്തത് 118891. അതിനെ ഡിവൈഡ് ചെയ്യേണ്ട റേഷ്യോ 40 30 25 5. 40 30 25 is to 5. 8891 into 40%. 4755.6.4. 30 118891 into 30%. 35667. 118891 into 25%. 29723. 118891 into 5%. 5945. ഓക്കെ, അപ്പോൾ എന്തായി? ഇവിടെ 1,25,945 ടോട്ടൽ വന്നു. ഇവിടെയും ടോട്ടൽ കറക്റ്റായി. ഓക്കെ, 1118892 ആണ്. അപ്പോൾ ഇവിടെ റൗണ്ട് ചെയ്തപ്പോൾ വേണമെങ്കിൽ 92 ആക്കാമായിരുന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ ടോട്ടൽ 6,50,377.83.5 പ്ലസ് 47556.4 എത്ര വരും? 735340. ഇനി 6 lakh പ്ലസ് 50,378.35,667 686045. 5,18891,29723. 548614. രണ്ട് മനസ്സായി. ഇതാണ് എന്തിൽ? സൈമൾട്ടേനിയസ് ഇക്വേഷൻ വഴിയുള്ള ടോട്ടൽ. ഈ ടോട്ടലായിരിക്കും നമുക്ക് എന്തായാലും ടെക്സ്റ്റിൽ തന്നിട്ടുണ്ടായിരിക്കാം. ഓക്കെ, 735340 686045 548614. ഒന്ന് 615 വന്നിട്ടുണ്ട്. ഓക്കെ, ആ പോയിന്റിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ സൈമൾട്ടേനിയസ് ഇക്വേഷൻ വഴിയുള്ള പ്രോബ്ലം കറക്റ്റായി. ഇനി എന്താണ്? റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എങ്ങനെയാണ്? ചുമ്മാ നെഗ്ലിജിബിൾ ഫിഗർ ആകുന്നവരേക്കും റിപ്പീറ്റ് ചെയ്തിട്ടേ ഇരിക്കണം. അപ്പോൾ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ഫിഗേഴ്സ് എല്ലാം എഴുതിയിട്ടുണ്ട്. ഇനി അടുത്തത്, ഇത് ഏത് റേഷ്യോയിലാണ് 1,20,000 എന്നുള്ളത്? ഫസ്റ്റ് കൊടുത്തിട്ട് പിയുടെ റേഷ്യോയിൽ 30 40 15 15 ഡിവൈഡ് ചെയ്യുക. 30 40 15 15 ഇനി ഡിവൈഡ് ചെയ്യുക. 1,20,000 ഇൻറ്റു 30%. 36,000 ഡിവൈഡഡ് ബൈ 2 ഇട്ടാൽ 18,000. ഇവിടെ 18,000 വരും. ഇനി 40% ആകുമ്പോൾ 48,000. ഓക്കെ, ഇനി അടുത്തത് 1,18,000 ഏത് റേഷ്യോ ആണ്? 40 30 25 5. 40 30 25 5. അതെങ്ങനെ വരും? 1,18,000 ഇൻറ്റു 40%. 47200. ഇനി 30%. 118 ഇൻറ്റു 30%. 3545
400. 25%. 29,500. 5%. 5,900. ഓക്കെ, ഇനി എന്താണ്? ഇനി 5,900 ഇത് റിപ്പീറ്റ് ചെയ്തിട്ടേ ഇരിക്കുക. 5,900 ഏത് റേഷ്യോയിലാണ്? 30, 40, 15, 50 ഈ റേഷ്യോയിൽ 5,900 ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. 5,900 ഇൻറ്റു 30%. 1770. 2 വരുമ്പോൾ 885. 40% ആകുമ്പോൾ 2360. ഓക്കെ, ഇനി അടുത്തത് 885 ഡിവൈഡ് ചെയ്യണത് എങ്ങനെ? 40, 30, 25, 5. ഓക്കെ, 885 ഇൻറ്റു 40%. 354. 30%. 265.5. 25%. 221.25. 5%. 44.25. ഇനി അടുത്തത് 44.25 30, 40, 15, 50 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാം. 44.25 ഇൻറ്റു 30%. 13.275 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 6.64. 6.64. 44.25 ഇൻറ്റു 40%. 17.7. ഇനി അടുത്തത് 6.64. 6.64 ഡിവൈഡ് ചെയ്യുമ്പോൾ  ഇത് വെച്ച് ഞാൻ നിർത്തുവാണ്. എന്താണ്? 0.332 ആണ് ഇനി വന്നേക്കണത്. അപ്പോൾ അതിനി ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇത് വെച്ച് നിർത്തുവാണ്. റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ശരിക്കും ഒന്ന് പഠിച്ചിരിക്കേണ്ട മെത്തേഡ് സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് തന്നെയാണ്. അതൊന്ന് പഠിച്ചിരുന്നു കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. സൈമൾട്ടേനിയസ് ഇക്വേഷൻ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് ഇതിൽ സ്കോർ ചെയ്യാവുന്നതാണ്. ഓക്കെ.